ടോൾ ബൂത്തിനു മുന്നിൽ തളർന്ന രാഷ്ട്രീയം. മുസ്ലിം ലീഗിന്റെ സമരം ഒരു പരാജയ പ്രഖ്യാപനം മാത്രം. ദേശീയപാത നിർമ്മാണം പാതിവഴിയിലിരിക്കെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ടോൾ പിരിവ് നിർത്തിവെക്കാൻ പോലും കഴിയാത്ത രാഷ്ട്രീയ പാർട്ടി എത്രത്തോളം ജനപക്ഷമാണെന്ന് ചോദിക്കാതെ വയ്യ. വെട്ടിച്ചിറ ടോൾ ബൂത്തിൽ നടന്ന മുസ്ലിം ലീഗ് സമരം പ്രതിഷേധമല്ല, അതൊരു രാഷ്ട്രീയ പരാജയത്തിന്റെ പരസ്യ പ്രദർശനമായിരുന്നു. MLA-മാർ വേദിയിലെത്തി, പതാകകൾ ഉയർന്നു, മുദ്രാവാക്യങ്ങൾ മുഴങ്ങി, നേതാക്കൾ പ്രസംഗിച്ചു. പക്ഷേ ടോൾ ബൂത്തിലെ ബാരിയർ ഒരു നിമിഷം പോലും ഉയർന്നില്ല. ഇതാണ് യാഥാർത്ഥ്യം. കുറ്റിപ്പുറം പാലം പൂർത്തിയായില്ല. വളാഞ്ചേരിയിലേക്കുള്ള സർവീസ് റോഡ് ഇന്നും പേരിനു വേണ്ടി മാത്രം. കൂരിയാട് പാലം നിർമ്മാണം വർഷങ്ങളായി ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് നീളുന്നു. ഇതെല്ലാം അറിഞ്ഞിട്ടും ടോൾ പിരിവ് ആരംഭിച്ചു. അതിനെതിരെ ശക്തമായി നിലകൊള്ളുമെന്ന് പ്രഖ്യാപിച്ച മുസ്ലിം ലീഗ് 1 മണിക്കൂർ പോലും ടോൾ നിർത്തിവെക്കാൻ കഴിയാതെ പിന്മാറി. ഇത് പോലീസ് തടഞ്ഞതിന്റെ കഥയല്ല, ഇത് ഭരണകൂടത്തെയും ദേശീയപാത അതോറിറ്റിയെയും നേരിടാൻ കഴിയാത്ത രാഷ്ട്രീയ ദൗർബല്യത്തിന്റെ കഥയാണ്. സമരമെന്ന് വിളിച്ചത് വേദിയിലെ പ്രസംഗ മത്സരമായി ചുരുങ്ങി. ടോൾ പിരിവ് നടക്കുമ്പോൾ നേതാക്കൾ വാക്കുകൾ ചെലവഴിച്ചു. ജനങ്ങൾ വാഹനങ്ങളിൽ പണം നൽകി കടന്നുപോയി. വാക്കുകൾക്കും അധികാരത്തിനുമിടയിലെ ദൂരം ഇത്ര തുറന്നുകാട്ടിയ സമരം വിരളമാണ്. മുസ്ലിം ലീഗ് ഇന്ന് ചോദിക്കേണ്ടത് ഇതാണ്: MLA-മാർ എത്തിയിട്ടും ടോൾ നിർത്താനാകുന്നില്ലെങ്കിൽ അവർക്ക് നിയമസഭയ്ക്കകത്തും പുറത്തും എന്ത് രാഷ്ട്രീയ സമ്മർദ്ദമാണ് സൃഷ്ടിക്കാൻ കഴിയുക? ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ പോലും ഫലമുണ്ടാക്കാൻ കഴിയാത്ത സമരങ്ങൾ രാഷ്ട്രീയ ബാധ്യതയല്ല, അത് ജനങ്ങളെ വഞ്ചിക്കുന്ന നാടകമാണ്. വെട്ടിച്ചിറയിലെ സമരം ഇതിന്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണമായി മാറി. ടോൾ പിരിവ് തുടർന്നു, ജനങ്ങളുടെ ബുദ്ധിമുട്ട് വർദ്ധിച്ചു. മുസ്ലിം ലീഗിന്റെ സമരം ഓർമ്മിപ്പിക്കപ്പെടുക ഒരു പരാജയ ദിനമായി മാത്രമാകും. ന്യൂസ് ഡെസ്ക് D4 ന്യൂസ്. വളാഞ്ചേരി മാക്സിമത്തിലേക്ക് വസ്ത്രവ്യാപാര രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി MX ഗ്രൂപ്പിന്റെ 6ാമത് ഷോറൂം MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. ഉദ്ഘാടനം 2026 ഫെബ്രുവരി 5 വ്യാഴാഴ്ച കാലത്ത് 10 മണിക്ക് രാഷ്ട്രീയ സാമൂഹിക വ്യവസായ രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുന്നു.